Yo, what's up YouTube? It's your boy. Welcome back to my YouTube channel. പുതിയതായിട്ട് വരുവാണെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കൺസിസ്റ്റൻ്റ് അല്ല, ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ല. ആൻഡ് ഐ എം ട്രൈങ് ടു ബി കൺസിസ്റ്റൻ്റ്. സ്റ്റാർട്ട് ന്യൂ വീഡിയോ. സോ ഈ വീഡിയോയിൽ ഞാൻ ഒരു ടോപ്പിക്ക് കണ്ടുപിടിച്ച അല്ലെ എല്ലാവർക്കും വേണ്ട ഒരു ടോപ്പിക്ക്, ഹൗ ടു ബി ഡിപ്രസ്ഡ്. അത് ഇൻട്രസ്റ്റിംഗ് ആണ്. ഹൗ ടു ബി ഡിപ്രസ്ഡ്. എല്ലാവരും ഹൗ നോട്ട് ടു ബി ഡിപ്രസ്ഡ്, ഹൗ ടു ഓവർകം ഡിപ്രഷൻ ഒക്കെ കേൾക്കുമ്പോൾ ഇതൊരു പ്രത്യേകതരം ടോപ്പിക്കാണ്. ഹൗ ടു ബി ഡിപ്രസ്ഡ് അതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കും കൂടെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ഹൗ ടു ബി ഡിപ്രസ്ഡ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ കുറേ ടോപ്പിക്കുകൾ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് നേരെ പോയിന്റിലേക്ക് കാണാം. ഫസ്റ്റ് പോയിന്റ് ഈസ് ബി ഫിസിക്കലി ഇനാക്റ്റീവ്. നിങ്ങൾ കളിക്കാൻ പോവില്ല, നിങ്ങൾ ജിമ്മിൽ പോവില്ല, നിങ്ങൾ ഒന്നും ചെയ്യില്ല. ഫിസിക്കലി ഇനാക്റ്റീവ് ആയിരിക്കണം എപ്പോഴും. സെക്കൻഡ് പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. പെട്ടെന്ന് കഴിയില്ല. സെക്കൻഡ് പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. ന്യൂട്രീഷൻസ് എന്ന് വെച്ചാൽ ശരിക്കുള്ള ഫുഡ് നിങ്ങളെ വയറ്റിലേക്ക് നിങ്ങൾ എത്തിക്കുകയും ചെയ്യരുത്. ഓക്കെ, ഈറ്റ് ബർഗേഴ്സ്, ഈറ്റ് ഡ്രിങ്ക് ആൽക്കഹോൾസ്, ഡു സ്മോക്കിംഗ്, ഒത്തിരി മധുരം കഴിക്കുക, ഒട്ടും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കില്ല. നിങ്ങൾ കഴിക്കില്ല. തേർഡ് പോയിന്റിലേക്ക് നമുക്ക് നടക്കാം. കൂടുതൽ സമയം വീട്ടിൽ സ്പെൻഡ് ചെയ്യുക. കൂടുതൽ സമയം ചുമ്മാ വീട്ടിലിരിക്കുക. വെളിയിൽ ഇറങ്ങരുത്. വെളിയിലേക്ക് ഒരു കാരണവശാലും ഇറങ്ങരുത്. വീട്ടിൽ തന്നെ കുത്തിയിരിക്കുക. ഫുഡ് എടുക്കുക, ചിപ്സ് എടുക്കുക, ലേസ് എടുക്കുക, ഫോൺ എടുക്കുക, ഇൻസ്റ്റാഗ്രാം എടുക്കുക. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ഇതിലേക്ക് പോകാം. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. അടുത്ത പോയിന്റാണ് ബി സെൽഫിഷ്. എല്ലാം നിങ്ങൾക്ക് വേണ്ടി, എല്ലാം നിങ്ങൾ തന്നെയാണ്. ബി വെരി വെരി സെൽഫിഷ്. മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ഓർക്കില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യരുത്, ആൾക്കാരെ സഹായിക്കരുത്. എല്ലാം എനിക്കായിരിക്കണം. എന്നെ ആൾക്കാർ വിളിക്കില്ല, ഞാൻ വിളിക്കില്ല, എൻ്റെ ആവശ്യമില്ല. എൻ്റെ ഫോൺ ചെന്ന് അവൻ വിളിക്കുന്നു, ബി സെൽഫിഷ്, ബി വെരി സെൽഫിഷ്. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയ് യുവർ മൈൻഡ് സെറ്റ് ബൈ വാച്ചിങ് ഡർട്ടി വെബ്സൈറ്റ്സ്. അതിനെക്കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഹൗ ഇറ്റ് നമ്മുടെ ഡോപമൈൻ ലെവൽ അതെങ്ങനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ മൈൻഡിനെ അതെങ്ങനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ റിലേഷൻഷിപ്സിനെ അതെങ്ങനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ പേഴ്സണൽ ലൈഫിനെ അതെങ്ങനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ അതെങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്നൊന്നും എനിക്ക് എടുത്തു പറയേണ്ട ഒരാവശ്യമില്ല. അതൊക്കെയാണ് ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് വേ ടു ബി ഡിപ്രസ്ഡ്. ഏറ്റവും ലാസ്റ്റ്, ഇത്ര നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. ഏറ്റവും ലാസ്റ്റ് പോയിന്റ് എന്തുവാന്ന് വെച്ചാൽ സ്റ്റേ അവേ ഫ്രം ഗോഡ്. എന്തോരം എളുപ്പമാണ്. ദൈവത്തിൽ നിന്ന് പറ്റുന്ന അത്രയും മാറി നിൽക്കുക. ഏറ്റവും ചെറിയ കാര്യങ്ങൾ നമ്മൾ ഒരു ശതമാനം പോലും എഫേർട്ട് വെക്കേണ്ടാത്ത കാര്യമാണ് പള്ളിയിൽ പോവുക എന്നുള്ളത്. നമ്മൾ അവിടെ പോയി ഇരുന്ന് കൊടുത്താൽ ഞാനൊന്നും ചെയ്യും, അതുപോലും ചെയ്യില്ല. പള്ളിയിൽ പോയില്ല, അല്ലപ്പെട്ടു അതിലെളുപ്പം വീട്ടിൽ ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നും ചെയ്യില്ല. നിങ്ങൾ ദൈവത്തിൽ നിന്ന് പറ്റുന്നത്ര മാറി നിൽക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പെട്ടെന്ന് ഡിപ്രസ്ഡ് എന്ന് പറയുന്ന സ്ഥാനത്തിലാണെങ്കിൽ ഇതാണ് അതിൻ്റെ കാരണം. നിങ്ങൾ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കും, സൂപ്പറായിരിക്കും. പെട്ടെന്ന് ഈസിയായിട്ട് ഡിപ്രസ്ഡ് ആകും. നിങ്ങൾക്ക് ഇങ്ങനെ ഡിപ്രസ്ഡ്. നമ്മൾ പ്രാർത്ഥിക്കില്ല, നമ്മൾ ഒന്നും കേൾക്കില്ല, ഇങ്ങനെ ദൈവത്തിൻ്റെ കാര്യം പറയും, നമ്മൾ കളിയാക്കണം. അല്ല, എന്നിട്ട് ലൈഫിൽ ഓരോന്ന് കാണിക്കുന്നു. ദൈവം എന്തുകൊണ്ട് എന്നെ സഹായിക്കും, ദൈവം എന്തുകൊണ്ട് കാണുന്നില്ല, ദൈവം എന്തുകൊണ്ട് എന്നെ രക്ഷിക്കുന്നില്ല എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഓക്കെ ഞാൻ പള്ളിയിലും പോകുന്നില്ല, പക്ഷെ ദൈവം എന്നെ സഹായിക്കണം. ലോജിക്കല്ലല്ലേ? അപ്പം മനസ്സിലാക്കി. ഓക്കെ, അപ്പം ഹൗ നോട്ട് ടു ബി ഡിപ്രസ്ഡ്, ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസറാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തിരിച്ചു ചെയ്യുക. ഹെൽത്തി ലൈഫ് ജീവിക്കുക, വെളിയിലിറങ്ങുക, ദൈവത്തെ വിളിക്കുക, ആവശ്യമില്ലാത്ത സാധനങ്ങൾ കാണാതിരിക്കുക. നോട്ട് ബി സെൽഫിഷ് അബൌട്ട് എവ്രിതിങ്.
കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. അതിനാണ് നമ്മൾ ഈ ലോകത്തിലല്ലാതെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ അല്ലെ എനിക്ക് വേണം എന്ന് പറഞ്ഞിരുന്നാൽ ഒറ്റയ്ക്ക് ഇരിക്കത്തേ ഉള്ളൂ. ജീവിതത്തിലൊന്നും വരത്തില്ല. ഇതാണ് ഷോർട്ട് വേ ഓഫ് ഹൗ ടു ബി ഡിപ്രസ്ഡ് ആൻഡ് ഹൗ ടു നോട്ട് ബി ഡിപ്രസ്ഡ്. എപ്പോഴും പറഞ്ഞാൽ നമുക്ക് നിങ്ങൾ ഇപ്പം ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, നേരെ തിരിച്ച് ചെയ്യുക. ഐ മീൻ വെളിയിലിറങ്ങുക, ഇതൊക്കെ ചെയ്യുക. എന്നിട്ട് നിങ്ങളെ സഹായിക്കും എന്നുള്ളൊരു എപ്പോഴും നമ്മൾ വായിക്കുന്ന ഒരു വാക്യം നമ്മൾ വായിക്കാം. ബൈബിളിലുള്ള Deuteronomy 31:8. The Lord himself goes before you and will be with you. He will never leave you nor forsake you. Do not be afraid. Do not be discouraged. എനിക്ക് തോന്നുന്നൊരു എക്സ്പ്ലനേഷൻ അതിനെ വേണം. ദൈവം കൊണ്ടുപോകാൻ അത് നിങ്ങൾ വിശ്വസിച്ചാൽ അവിടാണ് നമുക്ക് മനസ്സിലാകുന്നത്. സോ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. If you liked, please do share this video with everyone. Please do like, it will really help me. പറ്റുന്നത് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ കേൾക്കണമെന്ന് ആവശ്യമുള്ളതാണെങ്കിൽ ഷെയർ ചെയ്യുക. And stay tuned and peace.